നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. സ്വതന്ത്ര ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ? രണ്ടാമത്തെ, നാലാമത്തെ, മൂന്നാമത്തെ, അഞ്ചാമത്തെ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്നു. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഏത്? കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം? കേരളത്തിൽ ആദ്യ ഫിലിം സ്റ്റുഡിയോ നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലായിരുന്നു. മലകളും വനഭൂമികളും ഇല്ലാത്ത ജില്ല ഏത്? ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം? മലകളും വനഭൂമികളും ഇല്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള കേരളത്തിലെ ജില്ല? ഇടുക്കി, മലപ്പുറം, കോട്ടയം, എറണാകുളം? ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെടുമ്പാശ്ശേരി, കൊടുങ്ങല്ലൂർ, തൊടുപുഴ, പൊന്നാനി? ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി നിലവിൽ വന്നത് കൊടുങ്ങല്ലൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരം ഏത്? കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്? ഇന്ത്യയിലെ ആദ്യ മാലിന്യമുക്ത നഗരം കോഴിക്കോടാണ്. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം ഏത്? 1991, 1998, 1901, 1995? ആദ്യ വനിതാ ലോകകപ്പ് നടന്നത് 1991 ഫിഫ നിലവിൽ വന്ന വർഷം ഏത്? 1908, 1904, 1907, 1905? ഫിഫ നിലവിൽ വന്നത് 1904 ഒരു ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം എത്രയാണ്? 90 മിനിറ്റ്, 120 മിനിറ്റ്, 60 മിനിറ്റ്, 50 മിനിറ്റ്? ഒരു ഫുട്ബോൾ കളിയുടെ ദൈർഘ്യം 90 മിനിറ്റാണ്. ആദ്യത്തെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം ഏത്? ഇന്ത്യ, ജപ്പാൻ, റഷ്യ, അമേരിക്ക? അമേരിക്കയായിരുന്നു ശരിയായ ഉത്തരം. ഓറഞ്ച്, നെല്ലിക്ക, നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം? ജീവകം സി, ജീവകം എ, ജീവകം ബി, ജീവകം കെ? ജീവകം സി ആണ് കൂടുതലായി അടങ്ങിയിരിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? 1945, 1931, 1986, 1954? 1931 90-ാം ആണ്ട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാര്? അയ്യങ്കാളി, EMS നമ്പൂതിരിപ്പാട്, പണ്ഡിറ്റ് കറുപ്പൻ, രാമസ്വാമി അയ്യർ? 90-ാം ആണ്ട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയായിരുന്നു. 1931 യാചനായാത്ര നയിച്ചതാര്? വാഗ്ഭടാനന്ദൻ, VT ഭട്ടതിരിപ്പാട്, വൈകുണ്ഠസ്വാമികൾ, രാമസ്വാമി അയ്യർ? യാചനയാത്ര നയിച്ചത് വാഗ്ഭടാനന്ദനായിരുന്നു. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? സി കൃഷ്ണൻ, അയ്യങ്കാളി, കുമാരനാശാൻ, കുമാരൻ? തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയത് സി കൃഷ്ണനായിരുന്നു. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം ഏത്? 1910, 1920, 1917, 1924? 1917കളിലായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ വർഷമേത്? 1926, 1934, 1945, 1910? 1910 തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം അനുവദിച്ച വർഷം? 1978, 1956, 1954, 1959? 1954 ഗുരു
ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യ, രാജകേശവദാസ്, ശിവയോഗി, സഹോദരൻ അയ്യപ്പൻ. തൈക്കാട് അയ്യ ആണ് ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെട്ടിരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ്, ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 1921 ഏപ്രിൽ മാസത്തിൽ അഖില കേരള സമ്മേളനം ചേർന്നത് പായം, ഒറ്റപ്പാലം, മാഹി, പത്തനാപുരം. അഖില കേരള സമ്മേളനം 1921 നടന്നത് ഒറ്റപ്പാലത്തായിരുന്നു. ജൈവ വൈവിധ്യ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യ ജില്ല കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്. വയനാട് ജില്ലയിലായിരുന്നു. ക്രയോജനിക് ക്രോക്കറ്റ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കാത്ത രാജ്യം ബ്രിട്ടൻ, ഇന്ത്യ, ജപ്പാൻ, ചൈന. ക്രയോജനിക് റോക്കറ്റ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കാത്ത രാജ്യമാണ് ബ്രിട്ടൻ. ഏത് രാജ്യത്തെ പ്രമുഖ സെർച്ച് എഞ്ചിനാണ് ബെയ്തു? ജപ്പാൻ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. ജപ്പാന്റെ പ്രമുഖ സെർച്ച് എഞ്ചിനാണ് ബെയ്തു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യ, ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ. ഇന്തോനേഷ്യയാണ് ശരിയായ ഉത്തരം. വ്യോമഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1923, 1934, 1913, 1911. വ്യോമഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ചത് 1911 എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ അല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളം എറണാകുളം, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. വോൾവോ ഏത് രാജ്യത്തെ വാഹന നിർമ്മാതാക്കളാണ്? സ്വീഡൻ, സിറിയ, ജപ്പാൻ, ചൈന. സ്വീഡൻ എന്ന രാജ്യത്തിൻ്റെ വാഹന നിർമ്മാതാക്കളാണ് വോൾവോ. ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കളിച്ചത്? ഇംഗ്ലണ്ട്, ഇറ്റലി, സ്വീഡൻ, സിറിയ. ഇന്ത്യയും ഇംഗ്ലണ്ടുമായിട്ടായിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ മാതാവിൻ്റെ പേര് എന്ത്? സീത, പ്രസന്ന, രാജേശ്വരി, കനക. സീത എന്നായിരുന്നു. മലയാളം സർവകലാശാല നിലവിൽ വന്ന വർഷം 2010, 2007, 2012, 2008. മലയാളം സർവകലാശാല നിലവിൽ വന്നത് 2012 കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല മലപ്പുറം, കോട്ടയം, കൊല്ലം, കണ്ണൂർ. സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം കോട്ടയം ജില്ലയ്ക്കാണ്. ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഏത്? കർണാടക, കേരളം, തമിഴ്നാട്, പഞ്ചാബ്. സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. കേരള പിറവി ഏത് മലയാള മാസത്തിലാണ്? മകരം, തുലാം, ചിങ്ങം, മീനം. തുലാം മാസത്തിലാണ്. ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത്? മലപ്പുറം, ഇടുക്കി, കൊല്ലം, എറണാകുളം. ഏറ്റവും കുറവ് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂൺ, ജൂലൈ, മെയ്, ഓഗസ്റ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ മാസത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏത്? ഡിസംബർ, ജനുവരി, മാർച്ച്, നവംബർ.
കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1918, 1919, 1922, 1934. 1922 കയ്യൂർ സമരം നടന്ന വർഷം ഏത്? 1940, 1941, 1939, 1930. കയ്യൂർ സമരം നടന്നത് 1941. പുലയ സമുദായത്തിലെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാൻ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, രാമൻ കുന്നോത്ത്. പുലയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാനായിരുന്നു അയ്യങ്കാളി. കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് കുഞ്ഞാലിക്കുട്ടി, സഹോദരൻ അയ്യപ്പൻ, ടി.കെ. മാധവൻ, രാമകൃഷ്ണൻ. ടി.കെ. മാധവനാണ്. കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച വർഷം ഏത്? 2005, 2010, 2008, 2011. 2010. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കാൻ എത്ര രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ്? 10 രൂപ, 20 രൂപ, 5 രൂപ, 15 രൂപ. 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് ഉപയോഗിക്കേണ്ടത്. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22, മെയ് 17, മെയ് 7, മെയ് 4. ലോക ജൈവ ദിനമായി ആചരിക്കുന്നത് മെയ് 22. ഭാരതീയ റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷമേത്? 1930, 1935, 1925, 1920. ഭാരതീയ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 1935. ഏറ്റവും അധികം രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏത്? ഫുട്ബോള്, ഹോക്കി, ക്രിക്കറ്റ്, വോളിബോൾ. ഫുട്ബോളാണ് ശരിയായ ഉത്തരം. സ്വർണത്തിൻ്റെ അനുസംഖ്യ എത്ര? 20, 79, 99, 101. സ്വർണത്തിൻ്റെ അനുസംഖ്യയായി കണക്കാക്കുന്നത് 79. മനുഷ്യവാസമുള്ള വൻകരകളിൽ ഉഷ്ണമേഖലാ പ്രദേശത്തിൻ്റെ വെളിയിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? ആഫ്രിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക, അമേരിക്ക. യൂറോപ്പാണ് ശരിയായ ഉത്തരം. പുളിമരത്തിൻ്റെ ജന്മദേശം എവിടെ? യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, സ്വീഡൻ. പുളിമരത്തിൻ്റെ ജന്മദേശം ആഫ്രിക്കയിലായിരുന്നു. കേരളത്തിൻ്റെ മരം ഏത്? തെങ്ങ്, കണിക്കൊന്ന, ഈട്ടി, മാവ്. കേരളത്തിൻ്റെ മരം എന്നറിയപ്പെടുന്നത് തെങ്ങാണ്. സ്ത്രീയോനിയുടെ ക്രിസരി എന്തുപയോഗിച്ച് തൊടുന്നതാണ് ഉത്തമം? വിരൽ, ലിംഗം, നാവ്, ചുണ്ട്. നാവ് ഉപയോഗിച്ച് തൊടുന്നതാണ്